ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സ് ആയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഫ്രീസറിലൊക്കെ കട്ട പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ബീഫോ ചിക്കനോ മീനോ എന്തും ആകട്ടെ പെട്ടെന്ന് തന്നെ നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് അത് ഐസൊക്കെ മാറാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു ടിപ്പാണിത്. നമ്മൾ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പ് ഇതുപോലെ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മളിത് വെച്ചിട്ടുള്ളത് അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ഒരു ബീഫിൻ്റെ ഇതിപ്പോൾ നമുക്ക് ബീഫാണ് കേട്ടോ. അപ്പോൾ ഈ ബീഫിൻ്റെ മേലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂണോളൊക്കെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല ഈ തിളച്ച വെള്ളം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഐസ് കട്ട ആയിട്ടുള്ള ബീഫിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഐസൊക്കെ കളഞ്ഞ് നല്ല ഫ്രഷ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കട്ട പിടിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു പഴകിയ രുചി ഉണ്ടാവില്ല. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നോർമലി പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഇത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഐസ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ കട്ട പിടിച്ചിട്ടുള്ള ബീഫോ ചിക്കനോ മീനോ എന്തും നമുക്ക് പെട്ടെന്ന് ഐസ് മാറ്റിയെടുത്ത് കറി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിതുപോലെ പാലൊക്കെ കാച്ചുന്ന സമയത്ത് ഇപ്പം ഞാനിവിടെ പാലൊക്കെ കാച്ചി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അത് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു പരന്ന പാത്രത്തിൽ അടച്ച് വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് തണുത്ത് പോയിട്ടുള്ള ബിസ്ക്കറ്റ് റസ്ക്കാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അത് കാറ്റൊക്കെ കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബിസ്ക്കറ്റ് നമ്മളിതുപോലെ പരന്ന പാത്രത്തിൽ ഇതുപോലെ പാലൊക്കെ കാച്ചിയതിൻ്റെ മേൽവശത്ത് പാലൊന്നും ആവണമെന്നില്ല. നമ്മൾ ചായയൊക്കെ തിളപ്പിച്ചാലും ആ ഒരു നല്ല ചൂടിലുള്ള സമയത്ത് ഇതുപോലെ പരന്ന പാത്രത്തിൽ നമ്മൾ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്നും നമ്മൾ അടച്ച് വെക്കുക കേട്ടോ. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് നമ്മളിത് ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല പോലെ തന്നെ ഒന്ന് ക്രിസ്പി ആയിട്ടുണ്ട്. ആ തണുത്തതൊക്കെ മാറി ഒരു റോസ്റ്റ് ചെയ്ത പോലെ തന്നെ നമുക്കൊരു ഫീൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള ടിപ്പാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളുമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ടിപ്പ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇടിക്കല്ലിൽ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ചതച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടും ഇനി നമ്മൾ ഏലക്കയൊക്കെ ചതക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു നമ്മൾ പലഹാരത്തിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഉള്ളിയുടെ ഒന്ന് സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് ഇടിച്ചെടുക്കുന്നതിലേറെ നമ്മളിത് ഇതുപോലെ നമ്മൾ ആട്ടുകല്ലിലൊക്കെ വെച്ച് ചെയ്യുന്ന പോലെ ഇതേപോലെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉപ്പും ഗ്രാമ്പും നല്ല പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ മിക്സ് ആവും. അതുപോലെ തന്നെ ആ സ്മെല്ല് ഉണ്ടാവില്ല. നമ്മൾ ആ ഒരു ചതക്കുന്ന സ്ഥലത്ത് ഒരു സ്മെല്ലും അതിൻ്റെ രുചിയൊന്നും ഉണ്ടാവില്ല. നല്ല പോലെ തന്നെ നമ്മൾ ഈ ഒരു ചതച്ചത് നമുക്ക് ഇതുപോലെ നമ്മൾ ഉപ്പും ഗ്രാമ്പും നല്ലപോലെ ചതച്ചതിന് ശേഷം നമ്മളതൊന്ന് കഴുകി ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഉള്ളിയുടെ ഇഞ്ചിൻ്റെ ഒന്നും സ്മെല്ല് ഉണ്ടാവില്ല. ഇനി ഇതേപോലെ നമ്മൾ ചതച്ച് കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇപ്പോൾ ഗ്രാമ്പു അതുപോലെ തന്നെ ചുക്ക് ഇതൊക്കെ പൊടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തുണി കൊണ്ട് എത്ര തുടച്ചാലും നമുക്കത് പെട്ടെന്ന് തന്നെ അതിൽ ആ വെള്ളം വലിഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി ഇതുപോലെ ഒന്ന് പിടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അതിൽ വെള്ളം വറ്റും. അത് മാത്രമല്ല നമുക്കിതിൽ എന്തെങ്കിലും നമ്മൾ ഇടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഏലക്കായൊക്കെ ബാക്കി ഇടിച്ചതിന് ശേഷം ബാക്കി വന്നത് നമ്മൾ ബോട്ടിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും. ഇനി നമുക്ക് ഈ ഒരു വെള്ളം പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ തുടക്കമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര ആയാലും അതിൽ ആ ഒരു ഈർപ്പുണ്ടാവും. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം മുഴുവനായിട്ട് തന്നെ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ അത് വലിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കിനി പിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ ഇതുപോലെ ഒരു 2-3 മിനിറ്റ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല പോലെ തന്നെ അതിൻ്റെ ആ വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതും ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഡബിൾ സൈഡുള്ള സെല്ലോ ടാപ്പാണ് കേട്ടോ. ഇതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്.
പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടിപ്പ് വളരെ ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള സെല്ലോ ടാപ്പ് ആണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് അറിയുന്ന ഒരുപാട് ആളുകളുണ്ടാവും, അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് നമ്മൾ തുണി വെക്കുന്ന ബാസ്ക്കറ്റ്, കുട്ടികളുടെയൊക്കെ ബാസ്ക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഇതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബാസ്ക്കറ്റിൽ, ഇനി നമ്മൾ വാഷ് ചെയ്യാനുള്ള തുണി ഇട്ട് വെക്കുന്ന ബാസ്ക്കറ്റിലൊക്കെ നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ. അതിൻ്റെ ആ ഒരു അടപ്പിൽ നമ്മൾ ഇത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പിന്നെ ഈ വെച്ച് കൊടുക്കുന്നത് കർപ്പൂരത്തിൻ്റെ ഗുളികയാണ്. ഒരു 2 കർപ്പൂര ഗുളിക നമ്മളിതുപോലെ ഈ ഒരു ഡബിൾ സെല്ലോ ടാപ്പിൻ്റെ ഒരു സൈഡിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ എത്ര തുണി ഇട്ട് വെച്ചാലും ഇതുപോലെ നമ്മൾ ഈ ഒരു കർപ്പൂരം ഒട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തുണികൾക്കൊക്കെ നല്ലൊരു ഫ്രഷ് സ്മെല്ലാവും. അതുപോലെ തന്നെ പാറ്റയുടെ ഉറുമ്പിൻ്റെ ഒന്നും ശല്യം ഈ തുണികളിൽ ഉണ്ടാവില്ല. അപ്പം നമുക്കിതുപോലെ അലമാരയിലൊക്കെ, നമ്മുടെ ഷെൽഫിലും അലമാരയിലൊക്കെ ചെയ്യാം. കൂടുതലായിട്ടും ഇതുപോലെയുള്ള ബാസ്ക്കറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള പൂപ്പലും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ടിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇഞ്ചി നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ അതിൽ നല്ല മൂത്തിട്ടുള്ള ഇഞ്ചി ഉണ്ടാകും, അല്ലെങ്കിൽ മൂക്കാത്ത ഇഞ്ചി, ഇതുപോലെ പൂപ്പലുള്ള ഇഞ്ചിയൊക്കെ ഉണ്ടാവില്ലേ. ഇത് പൂപ്പൽ ചിലപ്പോൾ കേട് വന്ന് പോവാറാണ്. അപ്പോൾ ഇഞ്ചി പെട്ടെന്ന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇഞ്ചി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് ഇഞ്ചി കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇഞ്ചിയുള്ള സീസണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വാങ്ങിയാലും ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ കേട് കൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം പിന്നെ നമുക്കിത് അതുപോലെ പലഹാരങ്ങളൊക്കെ വറുത്ത് കോരുന്ന ഇതുപോലുള്ള ഈ ഒരു ചട്ടകം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഇഞ്ചി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹോൾസിൽ നമുക്ക് ഇതുപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വറുത്ത് വരുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇതിൽ നമ്മൾ ഇഞ്ചി വെച്ചിട്ട് നമ്മൾ ഈ ഗ്യാസ് ഓൺ ചെയ്ത് അതിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കുക. ആ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഇഞ്ചി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് 2 സൈഡും നമ്മൾ മറിച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഇഞ്ചി വേവാനുള്ളതല്ല, അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചി ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും. പിന്നെ നമ്മളൊരു ചെറിയ ടിപ്പും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആദ്യം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതുപോലെ 2 സൈഡും നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഇഞ്ചി ഒന്ന് ചൂട് കൊള്ളിക്കുക. അപ്പോൾ ഒരുപാട് താഴേക്ക് വെക്കരുത്. അപ്പോൾ നമുക്ക് ഇഞ്ചിയുടെ ഈ തൊലിയൊക്കെ പെട്ടെന്ന് കരിയും. അപ്പോൾ ഇതാ നല്ല പോലെ തന്നെ നമുക്ക് ഇഞ്ചിയിലുള്ള വെള്ളമൊക്കെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചി പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇഞ്ചി എടുത്ത് നമ്മൾ ഇതുപോലെയുള്ള ഒരു ബോക്സിൽ ഇട്ട് വെക്കുക. അതിന് ശേഷം അത് നല്ല പോലെ തന്നെ അടച്ച് സൂക്ഷിക്കുക. പിന്നെ നമ്മളിതിൽ ഈർപ്പമില്ലാത്ത ബോക്സിൽ വേണം ഇതുപോലെ ഇഞ്ചി ഇട്ട് വെക്കാൻ. നോർമലായിട്ട് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇതുപോലുള്ള ബോക്സിലാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് അധികം നാളിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസൊക്കെ കാണുക. താങ്ക്